പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കറിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നിപ്പോൾ പൊതുദർശനമുണ്ടാകും, സ്കൂളിൽ ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാകും സംസ്കാരം നടക്കുന്നത്. ചിറയിൽ കളിക്കുന്നതിനിടെ കുട്ടികൾ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നതാണ് പ്രാഥമികമായി ഉള്ള ഒരു നിഗമനം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, മൃതദേഹം ആദ്യം കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? സംസ്കാരം എപ്പോഴാണ്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ജന്മനാട്ടിലേക്ക് 3 പൊന്നോമനകളുടെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. കോങ്ങാട് MLA ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ഏറ്റുവാങ്ങി. ആദ്യം കൊണ്ടുപോവുക തുടിയൂരിൽ കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലേക്ക് തന്നെയായിരിക്കും. അതിനുശേഷം അവിടുത്തെ തൊട്ടപ്പുറത്തെ ഒരു മേഖലയിൽ കൂടി പൊതുദർശനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. 3 മൃതദേഹങ്ങളും ദേവിക, പ്രതീഷ്, അതുപോലെ തന്നെ പ്രദീപ്, 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ചെളി നെഞ്ചിലേക്ക് കയറിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും അല്പസമയത്തിനകം തന്നെ തൊടിയൂരിൽ 2 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും 3 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വയ്ക്കുക. ശേഷം പിന്നീട് വീട്ടിലേക്ക് ആയിരിക്കും കൊണ്ടുപോവുക. വീട്ടിൽ തന്നെയായിരിക്കും, വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ ശ്മശാനത്തിൽ സംസ്കാരം നടത്താമെന്ന തരത്തിലായിരുന്നു ആലോചനയുണ്ടായിരുന്നത്. പക്ഷേ ബന്ധുക്കളെല്ലാവരും തന്നെ അത് വീട്ടുവളപ്പിൽ മാത്രം മതി എന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് കോങ്ങാട് MLA ശാന്തകുമാരി അടക്കം വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് അവരെല്ലാവരും എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം 3 ഏക്കറിലെ ഈ തുടിക്കോട് 3 ഏക്കറിലെ ഈ ഈ പറയുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പൊതുദർശനം നടക്കുക. പാലക്കാട് കല്ലടിക്കോടാണ് മുങ്ങി മരിച്ച 3 കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ അവർ പഠിച്ച തുടിയൂർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും.